എന്റർടൈൻമെന്റ് പർപ്പസിനെ പറ്റി പറയുന്ന സമയത്ത് പക്ക ഫിസിക്സിനെ കുഴിച്ചു മൂടി പെട്ടിയിലാക്കിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് പന വളച്ച് ചാടിയ ഒരു സിനിമ ഉണ്ട്. നമ്മളൊക്കെ ചെറുതേ ഇരിക്കും, ചെറുതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോ സ്കൂൾ കാലഘട്ടത്തിലായിരിക്കും ആ സിനിമ ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഒരു ഓളം സൃഷ്ടിച്ചൊരു മൂവിയാണ് നൈട്രസ് ഓക്സൈഡ്. സയൻസ് അറിയാത്തവർക്ക് വരെ അറിയാം. ലാഫിംഗ് ഗ്യാസ്. ഈ ലാഫിംഗ് ഗ്യാസ് ഇവരെ കൊണ്ട് ബ്രീത്ത് ചെയ്യിച്ചിട്ട് ചിരിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതേപോലെ നമ്മുടെ വിശ്വാസം മരണപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് മരിച്ച ഒരാളുടെ ഹാർട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആവശ്യമുള്ള ഒരു റിസീവർക്ക് വെക്കുന്നത്. ഓക്കെ, അപ്പൊ മരണപ്പെട്ട ആളാണല്ലോ ഡോണർ എന്ന് പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നിലയ്ക്കണ്ടേ? പക്ഷെ എങ്ങനെയാണ് ആ ഹാർട്ട് അത്ര സുരക്ഷിതമായിട്ട് ആ വേണ്ട ആളിലേക്ക് എത്തിക്കുന്നത്? ഈ റിപ്പിറ്റേറ്റീവ് DNA നമ്മൾ വിളിക്കുക VNTR എന്ന്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാരണം എന്തായാലും നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മള് ഒരുപാട് സയന്റിഫിക് മൂവീസ് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇൻഡർസ്റ്റെല്ലാറും അതുപോലെ തന്നെ ഗ്രാവിറ്റി പോലുള്ള സിനിമകൾ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ പടമാണ് ഇതൊക്കെ എന്താവുന്നത് കൂടുതലായിട്ട് ഈ സയന്റിഫിക് ബേസ്ഡ് ആയിട്ട് ഡിസ്കഷനിലേക്ക് വരുന്നത്. അപ്പം ഇതൊക്കെ മൂവിക്കുള്ളിലുള്ള സയൻസിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ഈ മൂവി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള സയൻസ് ആണ്. ഇതിന്റെ ഈ ഒരു മൂവി ആയിട്ട് അത് മാറുന്ന ഘട്ടങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഫിലിം ക്യാമറ, പണ്ടൊക്കെ ഫിലിം ക്യാമറാസ് ആയിരുന്നല്ലോ. ഈ ഫിലിം ക്യാമറാസിൽ മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 24 ഫ്രെയിംസ് ആണ് ഒരു സെക്കൻഡിൽ എന്താവുന്നത്, ഷൂട്ട് ആവുന്നത്. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും, അതൊരു മൂവി എന്ന് പറയുന്ന, അതായത് മോഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഡിജിറ്റലിലേക്കൊക്കെ വന്ന സ്ഥിതിക്ക് ഏകദേശം ഒരു 23.98 ഫ്രെയിംസ് ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് പെർ സെക്കൻഡ്. നോർമൽ വീഡിയോസിന്റെ കേസ് ആണ് അത്. നമ്മൾ ഫാസ്റ്റ് ആയിട്ട്, അതായത് ഭയങ്കര ഫാസ്റ്റ് ആവുന്ന സമയത്ത് ഒരു 15 ഫ്രെയിംസിലേക്കും അല്ലെങ്കിൽ സ്ലോ മോഷനിലേക്ക് പോകുന്ന സമയത്ത് 48 ഫ്രെയിമിലേക്കൊക്കെ. അപ്പൊ ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നോർമൽ വീഡിയോസിൽ 24ഉം അതേപോലെ ഇപ്പോഴത്തെ കേസിൽ 23.98 ഒക്കെയാണ് വരുന്നത്. ഇതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ചെറിയ ക്ലാസ്സിലുള്ള മക്കൾ തന്നെ ഇത് പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പം 1/16 സെക്കൻഡ് ഒരു ഒബ്ജക്ട് നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് മൂവിയുടെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മൂവി എന്ന് പറയുന്നതിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സയൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു, അതായത് പിന്നെ നമ്മൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണില് സാറ് പറഞ്ഞ പോലെ 1/16 സെക്കൻഡ് ആ ഒരു വിഷ്വൽ തങ്ങി നിൽക്കും. അപ്പൊ അതിന്റെ ഇടയിൽ മറ്റൊരു വിഷ്വൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം സ്റ്റിൽ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓഡിയബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 1/10 സെക്കൻഡ് ടൈം, അതായത് നമ്മളൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ 1/10 സെക്കൻഡ് സമയം ആ സൗണ്ട് നമ്മുടെ ചെവിയിൽ ഉണ്ടാവും. അപ്പൊ അതിനിടയിൽ മറ്റൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടാണെന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് കേൾക്കുന്ന പോലത്തെ ഒരു എന്താ പറയുക സെൻസേഷൻ ആണ് നമുക്ക് ഉണ്ടാവുക. നിങ്ങൾ ഈ പിന്നെ ഒഴിഞ്ഞ ഹാളുകളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എക്കോ പോലെ ഒരു സാധനം കേൾക്കുന്നില്ല. എക്കോ വേറെയാണ്, ഇത് എന്താണ്, സൗണ്ടിന്റെ കൂടെ തന്നെ ഒരു മുഴക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് റിവർബറേഷൻ. ഓക്കെ, സോ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി കൂടി പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ നമുക്ക് ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ ഒരു എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ലോലിപോപ്പിന്റെ ഒരു സ്റ്റിക്ക് എടുക്കാം. ഈ സ്റ്റിക്കിന്റെ ഒരു സൈഡിൽ നമ്മൾ ഒരു പാരറ്റിനെയും അതേപോലെ തന്നെ മറ്റൊരു സൈഡിൽ അതിന്റെ കേജും വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ പാരറ്റ് ഇതിനുള്ളിലാണെന്ന്, ഈ കേജിന്റെ ഉള്ളിലാണ് പാരറ്റ് ഉള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തോന്നുന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതെല്ലാം ശരിക്കും പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഈ അടിപൊളിയായിട്ടുള്ള ഫിസിക്സിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ന്യൂട്ടന്റെ പമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കില്ല, ഒരു ഡിസ്കിന്റെ മുകളിൽ നമ്മൾ 7 കളറുകൾ ഇങ്ങനെ പെയിന്റ് ചെയ്യും. അത് തിരിക്കുന്ന സമയത്ത് വൈറ്റ് കളറിൽ. ഈ അടുത്ത് ഇപ്പൊ നമ്മുടെ മൂസിൻ പരാരിയുടെ ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്നു. മൂസിൻ പരാരി ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതിയതില് മഴവില്ലിലെ നൊമ്പര പമ്പര ചുറ്റലിൽ, അതെ, അപ്പം അതില് ആ മഴവില്ലിലെ വെള്ളയ നൊമ്പര പമ്പര ചുറ്റലിൽ കണ്ടോന്നി എന്ന് പറയുമ്പോൾ ശരിക്കും മഴവില്ലില് 7 കളേഴ്സ് ആണല്ലോ ഉള്ളത്. അതിലെ വെള്ളയെ കണ്ടു എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് മൂസിൻ പരാരി അവിടെ സംസാരിക്കുന്നത് സയൻസ് ആണ്. അതായത് ന്യൂട്ടന്റെ കളർ ഡിസ്കിനെ പറ്റിയിട്ടാണ്. ഇന്റർവ്യൂല് ഇവര് ബേസിലിനോട് ഇത് ചോദിക്കുന്ന സമയത്ത് അപ്പോഴേ ഞാൻ ഒരുപാട് തവണ ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് മൂസിൻ പരാരി പറയുന്ന കളർ ഡിസ്കിനെ പറ്റിയിട്ടാണല്ലോ എന്നുള്ളത്. സിനിമയ്ക്കുള്ളിലും ഒരുപാട് സയൻസ് സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ സിനിമയുടെ ഉള്ളിലും നമുക്ക് ഒരുപാട്, സിനിമ തന്നെ സയൻസ് ആണ്, പാട്ടിൽ വരെ സയൻസ് ആണ്. ശരിക്കും സയൻസ് എന്ന്
പറയുമ്പോൾ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് കുറെ വരുന്നുണ്ട്. ഈ ഭൈരവ മൂവി ഒക്കെ കണ്ടിട്ടില്ലേ? ഭൈരവയിൽ ശരിക്കും ഈ നൈട്രസ് ഓക്സൈഡ് സയൻസ് അറിയാത്തവർക്ക് വരെ അറിയാം. ലാഫിംഗ് ഗ്യാസ്. ഈ ലാഫിംഗ് ഗ്യാസ് ഇവരെ കൊണ്ട് ബ്രീത്ത് ചെയ്യിച്ചിട്ട് ചിരിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതേപോലെ നമ്മുടെ വിശാലിന്റെ ഒരു മൂവി തുപ്പരിവാലൻ, ഈ മൂവിയിൽ നൈട്രസ് ഓക്സൈഡ് വെച്ചിട്ട് ഈ ലാഫിംഗ് ഗ്യാസ് വെച്ചിട്ട് ഒരു കാർ ആക്സിഡന്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവര്. പക്ഷെ മൂവീസിൽ കുറെ എക്സാജറേറ്റ് ചെയ്യും, പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ സയൻസ് ഉണ്ട്. ഈ നൈട്രസ് ഓക്സൈഡ് നമ്മുടെ ബ്ലഡിൽ കലരുകയാണെങ്കിൽ നൈട്രജൻ ബ്ലഡിലെത്തും. അപ്പോൾ ബ്രെയിനിലേക്കൊക്കെ പോകുന്ന ബ്ലഡിൽ നൈട്രജന്റെ ഒരു കണ്ടന്റ് കാണും. സോ എന്താ പറ്റുമെന്ന് വെച്ചാൽ നൈട്രജന്റെ കണ്ടന്റ് കൂടുമ്പോൾ ഇത് ബ്രെയിനിൽ എത്തുമ്പോൾ യൂഫോറിയ ജനറേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് സെക്കൻഡിലേക്ക്, അതായത് ഈ കെമിക്കൽ അവിടെ ഉള്ള ആ സെക്കൻഡിലേക്ക് യൂഫോറിയ എന്ത് ചെയ്യും, നമുക്കൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പകുതി അബ്സെൻസ് ഓഫ് മൈൻഡ് ഉണ്ട്, പകുതി ഇവിടെയും പകുതി ഇവിടെ അല്ലാത്തൊരു സിറ്റുവേഷനിലെത്തും. ശരിക്കും അതാണ് നൈട്രസ് ഓക്സൈഡിന്റെ പിന്നിലുള്ള ഒരു സയൻസ്. അതുപോലെ മിസ് ഈ നൈട്രസ് ഓക്സൈഡ് വാഹനങ്ങളിൽ ഉപയോഗിക്കാറില്ല. അതെ, നമ്മുടെ ഹോളിവുഡ് മൂവീസ് ഒക്കെ ഇല്ലേ, നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഇതിന്റെ വേറൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഫ്യൂവലിനുള്ളിൽ ബേൺ ചെയ്യുമ്പോൾ 300 ഡിഗ്രി സെൽഷ്യസ് എബോ എത്തുന്ന സമയത്ത് ഓക്സിജൻ റിലീസ് ചെയ്യും. ഓക്സിജൻ വന്നാൽ എന്താ പറ്റുക, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ബേണിംഗ് കമ്പഷൻ ഈസി ആവും. നമ്മുടെ കാറുകളുടെ ഒക്കെ പെർഫോമൻസ് കൂടും. അതെ, റേസിംഗ് കാർസിൽ നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര വലിയ ആപ്ലിക്കേഷനാണ് ശരിക്കും. പക്ഷേ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നതിനെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് കാണാൻ പറ്റും. വേണല്ലോ, സിനിമയാണ്. ബട്ട് എന്നാലും സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിന്റെ കൃത്യമായ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എക്സ്പെരിമെന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വാശി പിടിക്കാം. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് കുറെ എന്റർടൈൻമെന്റും കൂടെ, നമ്മുടെ എന്റർടൈൻമെന്റ് പർപ്പസിനെ പറ്റി പറയുന്ന സമയത്ത് പക്ക ഫിസിക്സിനെ കുഴിച്ചു മൂടി പെട്ടിയിലാക്കിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് പന വളച്ച് ചാടിയ ഒരു സിനിമ ഉണ്ട്. ഭയങ്കരമായിട്ട് കളക്ഷൻ നേടിയിട്ടുള്ള നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ പന വളച്ച് പിടിച്ച് അതിന്റെ മുകളിൽ മട്ടലടിച്ച് കയറ്റിയിട്ട് എന്താവുന്നുണ്ട്, ഇവര് പറന്നു പോകുന്നുണ്ട്. അതിലും സയൻസ് ഉണ്ട് സാറേ, നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ. അല്ല, അവിടെയും സയൻസ് സംസാരിക്കപ്പെടണം എന്നുള്ളതാണ്. കാരണം അല്ല, ഓൾമോസ്റ്റ് ബാഹുബലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, കാരണം അതൊരു അമാനുഷികമായിട്ടുള്ളൊരു കഴിവ് കാഴ്ചവെക്കുന്ന ഒരു സിനിമയായിട്ട് കാണാൻ പറ്റും. ബട്ട് നമ്മുടെ മൂവിയിൽ ഈ ഒരു എക്സാജറേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം പോസിബിൾ ആണ് എന്ന് ഒരു പരിധി വരെ ചില ഓഡിയൻസ് എങ്കിലും വിചാരിക്കുന്നുണ്ട്, വിശ്വസിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി അഞ്ജി പറഞ്ഞപ്പോഴാണ് ബയോളജിയിൽ ധാരാളം ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ മൂവീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രാഫിക് എന്ന് പറയുന്ന മൂവി ഓർക്കുന്നുണ്ടോ? നമ്മളൊക്കെ ചെറുതേ ഇരിക്കും, ചെറുതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മള് ചിലപ്പോ സ്കൂൾ കാലഘട്ടത്തിലായിരിക്കും സിനിമ ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഒരു ഓളം സൃഷ്ടിച്ചൊരു മൂവിയാണ് ട്രാഫിക് മൂവിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മളിപ്പം കുറെ ഫിലിംസിനെ നമ്മൾ ന്യൂ ജനറേഷൻ ഫിലിംസ് എന്നുള്ള രീതിയിൽ, ന്യൂ ഏജ് ഫിലിംസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ ന്യൂ ഏജ് ഫിലിംസിന്റെ ഒരു തുടക്കമിട്ട ഒരു മൂവി എന്നുള്ള നിലയ്ക്കാണ് ട്രാഫിക് അറിയപ്പെടുന്നത്. അന്ന് വരെ ഉണ്ടായിരുന്ന എന്താണ് സിനിമകളൊക്കെ ഒന്ന് മാറ്റുന്ന രീതി, പൊളിച്ചെഴുന്ന രീതിയിൽ വന്നൊരു ഫിലിമാണ്. ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രൊമോഷനും ഇല്ലാതെ ഇറങ്ങിയ സിനിമയായിരുന്നു, ഭയങ്കര ഹിറ്റ് ആയി പോയി. അതിനുശേഷം ഇപ്പോഴും നമ്മൾ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നുണ്ട്, ന്യൂസ് വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, സാധാരണക്കാർ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, നമ്മളിപ്പോ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് മരിച്ച ഒരാളുടെ ഹാർട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആവശ്യമുള്ള ഒരു റിസീവർക്ക് വെക്കുന്നത്. ഓക്കെ, അപ്പൊ മരണപ്പെട്ട ആളാണല്ലോ ഡോണർ എന്ന് പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നിലയ്ക്കണ്ടേ? പക്ഷെ എങ്ങനെയാണ് ആ ഹാർട്ട് അത്ര സുരക്ഷിതമായിട്ട് ആ വേണ്ട ആളിലേക്ക് എത്തിക്കുന്നത്? ഇത് നമ്മൾ ചിന്തിക്കുകയോ? പക്ഷെ ആ സിനിമയിലൂടെ നമ്മൾ ചിന്തിച്ചു. എന്താന്ന് വെച്ചാൽ നമ്മളെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റം അല്ല, ബ്രെയിൻ അല്ല. അല്ല, കാരണം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഓർഗൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പ്രധാനമായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്, നാഡീ വ്യവസ്ഥയാണ്. പക്ഷെ ഹാർട്ട് എന്ന് പറയുന്നത് മയോജനിക്ക, അതായത് ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഹാർട്ടിലെ മസിൽസ് ആണ്. ഓക്കെ, അതിന് ഹാർട്ടിന് ശരിക്കും പറഞ്ഞാൽ വേറെ ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് തന്നെ പറയാം. സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് ഹാർട്ടിനുണ്ട്, സെൽഫ് എക്സൈറ്റേഷൻ എബിലിറ്റി ഹാർട്ടിനുണ്ട്. അപ്പൊ ഈ ഒരു മൂവിയിൽ ശരിക്കും എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പൊതുവെ ഈ ഹാർട്ടിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ എങ്ങനെയാ കാണിക്കാന്ന് വെച്ചാൽ, ഇപ്പം ഹാർട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ വേണ്ട ഫേവറബിൾ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഹാർട്ട് വർക്ക് ചെയ്യില്ല, ശരിയാ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ള ആളിലേക്ക് ആ ഹാർട്ട് എത്തിക്കണം. അപ്പൊ ആ ഡിസ്റ്റൻസ്, അതുകൊണ്ടാണ് ആ സിനിമയിൽ അത് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ അതിന് കുറെ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഹാർട്ടിനെ നമ്മൾ എങ്ങനെ സുരക്ഷിതമായിട്ട് എത്തിക്കും? നമ്മൾ ഹാർട്ട് മയോജനിക് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആക്ച്വലി ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഹാർട്ടിനെ
കറക്റ്റ് ആയിട്ട് ഈ മരണപ്പെട്ട ആളെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു OCS, അതായത് ഓർഗൻ കെയർ സിസ്റ്റത്തിലേക്ക് വെക്കും. ഒന്നുമില്ല, ഒരു കണ്ടെയ്നർ, ഒരു ബോക്സ് ആണത്. അത് ആ ഫിലിമിൽ കാണിക്കുന്നുണ്ടല്ലോ. കാണിക്കുന്നില്ലേ? അതെ, ഹാർട്ടിന്റെ ബോക്സ് എന്നാണ് നമ്മളിതിനെ വിളിക്കുക. കാരണം എന്ന് വെച്ചാല് ഹാർട്ടിന്റെ ബീറ്റിംഗ് ഒരിക്കലും നിലയ്ക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ആളുടെ ശരീരത്തിൽ എത്തുന്നവരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് ഹാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യും. അതിലൂടെ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ഹാർട്ടിന് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ ആ ബോക്സിന്റെ ഉള്ളിൽ ഹാർട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഭയങ്കരമായിട്ടുള്ള ചൂടും തണുപ്പും ഒന്നും പറ്റില്ലല്ലോ. ഹാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ഒരു 4 മണിക്കൂറോളം ഈ ഹാർട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അതായത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ട റിസീവർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള സിനിമകൾ. പക്ഷെ ഇതില് ഭയങ്കരമായിട്ട് അതിനെ ഡീറ്റെയിൽ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ആ ട്രാഫിക് മൂവിയിൽ ഇപ്പം മിസ് പറയുന്ന സമയത്താണ് ഇപ്പം അല്ലെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു കാര്യം. അതായത് ഇത്രയും അതും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആ സിനിമയും ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പല സിനിമകളിലും നമുക്ക് ഇതേപോലെ ഭയങ്കരമായിട്ടുള്ള സയന്റിഫിക് സൈഡ്സ് കാണാൻ വേണ്ടി പറ്റും. നേരെ തിരിച്ചും കാണാൻ പറ്റും സാറേ. അതല്ല, പണ്ടത്തെ സിനിമാസിൽ വരെ ഉണ്ട് സയൻസ് എന്നുള്ളതാ. ഈവൻ നമ്മുടെ വൈശാലി മൂവിയില് ഋഷ്യശൃംഗൻ മഴ ഹോമം നടത്തി മഴ പെയ്യിക്കുന്നത്. ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കാൻ പറ്റുമോ? സാധിക്കുമോ? അത് നമ്മുടെ സിൽവർ എന്തോ ഒരു നമ്മൾ സിൽവർ അയഡൈഡ് സ്പ്രേ ചെയ്താൽ ശരിക്കും നമുക്ക് ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കാം. ക്ലൗഡ്സ് എന്ന് പറയുന്ന കൊളോയിഡ്സ് നമ്മൾ 9ാം ക്ലാസ്സിൽ എങ്ങനെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ല ഉണ്ടായിരുന്നു തോന്നുന്നു. ആക്ച്വലി ഇത് കൊളോയിഡ്സ് ആയതുകൊണ്ട് തന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യണം. ന്യൂട്രലൈസ് ചെയ്ത് അത് മഴയായിട്ട് ടുവേർഡ്സ് ഗ്രാവിറ്റി പെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിൽവർ അയഡൈഡ് സ്പ്രേ ചെയ്യുക. എനിക്ക് തോന്നുന്നു പണ്ട് ഋഷ്യശൃംഗൻ ഇതായിരിക്കും ചെയ്തത്. അതായത് ഹോമകുണ്ടത്തില് ഓരോ സാധനങ്ങൾ ഇട്ടല്ലോ. അപ്പൊ അതിന്ന് പോകുന്ന സ്മോക്ക്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇതിനെ ന്യൂട്രലൈസ് ചെയ്തതായിരിക്കാം എന്ന് വിശ്വസിക്കാം. ചിലപ്പോ കയ്യിലിരിക്കുന്ന സാധനം എന്താന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. സ്മോക്ക് ക്രിയേറ്റ് ചെയ്തായിരിക്കാൻ വേണമെങ്കിൽ. അതേപോലെ എനിക്ക് തോന്നുന്നു എല്ലാ സിനിമാസിലും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, ബ്ലഡ്. ശരിക്കും ബയോളജിക്കാരാണ് പറയേണ്ടത്. എന്നാലും നമ്മൾ കുറെ കെമിക്കൽസ് വെച്ചിട്ട് നമുക്ക് ആ ബ്ലഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് തോന്നുന്നു പണ്ട് 1963 ഹോളിവുഡ് മൂവി ബ്ലഡ് ഫീസ്റ്റ് എന്നൊരു മൂവി ഉണ്ട്. ആ മൂവിയില് കയോപെക്ടേറ്റ് അതേപോലെ റെഡ് ഐസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ബ്ലഡ് ക്രിയേറ്റ് ചെയ്തത്. ഈവൻ ഇപ്പൊ നമുക്ക് ലാബിൽ ക്രിയേറ്റ് ചെയ്യാം. ഫെറിക്ലോറൈഡും പൊട്ടാഷ്യം തയോസൈനേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ ബ്ലഡിന്റെ ഒരുപാട് ആലോചിച്ചൊരു കാര്യമാണ്. ഇപ്പൊ ഇത് പറയുന്ന സമയത്ത് മൈൻഡിലേക്ക് വന്ന കാര്യമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ ബ്ലഡ് എങ്ങനെയായിരിക്കും? അപ്പം ഈ മേക്കപ്പിനെ പറ്റി പറഞ്ഞ സമയത്ത് ഈ ബ്ലഡ് എന്ന് പറയുന്നത് മേക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിൽ ആണല്ലോ ഈ ബ്ലഡ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഫിലിം, അതില് ശ്രീനാഥ് ബാസി അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഗുണ കേവിലേക്ക് വീണ് പോകുന്നുണ്ട്. വീണ് പോയിട്ട് അദ്ദേഹം ഒരു എന്താ പറയാ ഒരു പാറ ഇടുക്കിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സീൻ ഉണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് ചളിയിലൊക്കെ കുളിച്ചിട്ട്. അപ്പൊ അതിൽ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലേ, ആ ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ ആ ചളി ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഓക്കെ, അതെ 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 അതെ. അത് മൂലം ശ്രീനാഥ് ബാസിക്ക് കുറെ ഉറുമ്പിന്റെ കടി ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര നേരം അങ്ങനെ കിടക്കണം? അതെ 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 അതെ, വൈകുന്നേരം കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ സിനിമയിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ബ്ലഡ് മാത്രമല്ല കേട്ടോ, DNA ഫിംഗർ പ്രിന്റിംഗിൽ മാത്രം വർക്ക് ചെയ്യുന്ന എത്ര സിനിമകളുണ്ട്. ക്രൈം ത്രില്ലേഴ്സിന്റെ മെയിൻ ബേസസ് DNA ടെസ്റ്റിംഗ് അഥവാ DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ ഫോറൻസിക് ഇറങ്ങിയ കുറച്ച് മൂവീസ്, പിന്നെ ജനഗണമൻ, ഇതിലെല്ലാം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആൾക്കാർക്ക് ഒരിക്കലും ആ വേർഡ് ഫെമിലിയർ അല്ലാതിരിക്കില്ല. പക്ഷെ അതിന്റെ ബേസസ് എന്താണെന്ന് അറിയില്ലുണ്ടാവില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീനോം എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഹോൾ ജനറ്റിക് മെറ്റീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 99% സിമിലർ ആണ്. പക്ഷെ ഒരു 99 അല്ല, 99 മോർ ദാൻ 99% സിമിലർ ആണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 0.1% ഒക്കെ എന്തായാലും വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അത് എവിടെയാ കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാറ്റലൈറ്റ് DNA കിടക്കുന്നത്. അപ്പൊ ഈ സാറ്റലൈറ്റ് DNA തന്നെ വരുന്ന ചില റിപ്പീറ്റേറ്റീവ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ഉണ്ട്. ആ ഒരു റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും.
ഓ അതായത് പല ആൾക്കാർക്കും പലതായിരിക്കും. അതാണ് DNA ഫിംഗർ പ്രിന്റിംഗിൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആ ഒരു 0.1% വരുന്ന വ്യത്യാസമാണ് നമ്മൾ ഇതിവിടെ ഉപയോഗിക്കുന്നതും ആളെ കണ്ടുപിടിക്കുന്നതും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ സിനിമയിൽ കാണുമ്പോഴേ ആള് മരിക്കുന്നു, അപ്പൊ തന്നെ ഒരു ഫോറൻസിക് ടീം വരുന്നു, അവിടെ എല്ലാരെയും മാറ്റി നിർത്തി ഇങ്ങനെ അവരെന്തൊക്കെയോ ചെയ്യുന്നത് കാണാം. അവരെന്താന്ന് വെച്ചാൽ കളക്ട് ചെയ്യാണ്. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ, ഒരു ഹെയർ കിട്ടിയാൽ മതി, നെയിൽ കിട്ടിയാൽ മതി, ബ്ലഡ് കിട്ടിയാൽ മതി. അതെ, ഫിംഗർ പ്രിന്റ് ആണ് എടുക്കുന്നത് തോന്നുന്നു. അത്രയും ഭയങ്കര മൈന്യൂട്ട് ആയിട്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് ഈ റിപ്പീറ്റേറ്റീവ് DNA നമ്മൾ വിളിക്കുക VNTR എന്നാ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാരണം എന്തായാലും നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മള് ഫിസിക്സ് കൂടുതൽ പഠിച്ചതുകൊണ്ട് ബയോളജിയെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതെ അതെ അതെ, നമ്മൾ ബയോളജിക്കലാണെന്ന് മറന്നു പോകരുത്. ആ ബയോളജിയായിട്ട് ബന്ധപ്പെട്ട് മിസ്സേ ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റിയിട്ടൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ഫിലിമുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഫേമസ് മഞ്ജു വാര്യരുടെ വലിയൊരു അടിപൊളി പടം ഹൗ ഓൾഡ് ആർ യു. ശരിക്കും പറഞ്ഞാൽ ഹൗ ഓൾഡ് ആർ യുയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അതായത് ആ ഒരു ടെറസിൽ തന്നെ അവർ ഓർഗാനിക് ആയിട്ട് ഒരുപാട് കുറെ വെജിറ്റബിൾസ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഏതൊരു കല്യാണത്തിന് അല്ലെ, അതായത് എനിക്ക് തോന്നുന്നു അതിനുശേഷം കേട്ടോ, ഇപ്പം ഈ കുറച്ച് സമയങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ, കുറച്ച് വലിയ വലിയ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മക്കളെ കല്യാണമൊക്കെ ഈ ഒരു ഓർഗാനിക് ഫാമിങ്ങിലൂടെ ഉണ്ടാക്കിയ വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് അങ്ങനെ. ഈവൻ നമ്മുടെ ഇവിടെ ഒരുപാട് കടകളുണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയത്. വീട്ടമ്മമാരൊക്കെ എന്നാ പിന്നെ ഞാൻ ഇനി എന്റെ ടെറസിൽ പച്ചക്കറി നടാൻ പോവാണ്, അല്ല വീടിന്റെ ഫാമിങ്ങിനെ പറ്റി പറഞ്ഞ സമയത്ത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. സാറ് നേരത്തെ ഇൻട്രസ്റ്റെല്ലാറിന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ മൂവി. അതില് ഒരു ഷോട്ട് ഉണ്ട്, അതായത് ഒരു 500 ഏക്കറോളം ചോളത്തോട്ടത്തിന് നടുവിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു സീൻ ഉണ്ട്. ആ സീനിന് വേണ്ടി സാധാരണ ഈ 500 ഏക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഇത്രയും ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് CGI വർക്കുകളാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അതിന്റെ CGI ഒന്നും ഉപയോഗിച്ചില്ല. ഈ 500 ഏക്കറിൽ അദ്ദേഹം ഫിലിം തുടങ്ങുന്നതിന് മുന്നേ, ഈ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ എന്താക്കിയിട്ടുണ്ട്, ചോളം വളർത്തി. ഓക്കെ, എന്നിട്ട് റിയൽ ആയിട്ടാണ് അവിടെ എന്താക്കിയത്, ഷൂട്ടിംഗ് നടത്തിയെന്നുള്ളതാണ്. അല്ല, അത് നോളന്റെ പടത്തിൽ ആ ഒരു പ്രത്യേകത ഉണ്ട്, എന്റെ CGI കുറവായിരിക്കും. നമ്മുടെ കഴിഞ്ഞ പടത്തിൽ പോലും, അതായത് ഓപ്പൺ ഹൈമറിൽ പോലും ആ ഒരു എക്സ്പ്ലോഷൻ കാണിച്ചത് വിത്തൗട്ട് എനി CGI വർക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ടെക്നിക് അദ്ദേഹം ഇതുവരെ പുറത്തു വിട്ടില്ല. ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നോളൻ ആയതുകൊണ്ട് നമ്മൾ സംശയിക്കേണ്ട എന്നുള്ളതാണ്. സൊസൈറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് സയൻസ് സാധാരണക്കാർ വരെ സംസാരിക്കുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ശരിക്കും സിനിമയാണ്. സിനിമയിലൂടെ ഒരുപാട് സയൻസ് കിട്ടിയതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പം നമ്മുടെ മിസ് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഓരോ നോർമൽ പേഴ്സൺസും പിക്ക് ചെയ്യുന്നത് സയൻസ് ആണ്. വീട്ടിലിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ ഇപ്പം DNA ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന ടേംസ് അവരറിയാണ്ട് സയൻസ് അവരിലേക്ക്. അതെ, അതായത് ഒരു നോർമൽ സീരിയൽ കാണുന്ന ആളിരുന്നിട്ട് കൊച്ചിന്റെ അച്ഛന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡൗട്ട് ആയിട്ട് ഇങ്ങനെ അല്ലെ, സീരിയലിലെ ഒരു സ്ഥിരം പ്രമേയമായിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ് ഇവനാണോ അച്ഛൻ, ഇവനാണോ അച്ഛൻ, DNA ടെസ്റ്റ് നടത്തണം അല്ലെ, DNA ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറയുന്ന ഇതേ രീതിയിൽ അത് നോർമൽ സാധാരണക്കാർ പറയുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പം അത് ശരിക്കും ഇങ്ങനെ മാറിയൊരു ഇൻഫോർമേഷൻ ആയിരിക്കാം ആളുകളുടെ ഇടയിലേക്ക് വന്നത്. എങ്ങനെ വന്നാലും നമ്മുടെ ഈ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും സൊസൈറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ ഒരു സിനിമ കൊണ്ടുവന്നു എന്നുള്ളതാണ് സൊസൈറ്റി. സിനിമയിലൂടെ സയൻസ് ഇനിയും വളരട്ടെ, സാധാരണക്കാരിലും സയൻസ് എത്തട്ടെ അല്ലേ? അങ്ങനെ തന്നെ വിചാരിക്കാം. കാരണം സയൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഒരു സൊസൈറ്റിയുടെ മുകളിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നത് അത് ശരിക്കും നോളജ് കൊണ്ട് നേടിയെടുക്കുന്ന പോക്കാണ്. അതിന് സിനിമ ഒരു കാരണമാവുന്നുണ്ടെങ്കിൽ നല്ലത് നടക്കട്ടെ, ഉറപ്പായിട്ടും.